എം.എൽ.എ രണ്ടാഴ്ചയിലേറെ കാണാതാകുന്നു. ആ എം.എൽ.എ 15-ാം ദിവസം പെട്ടെന്ന് പൊങ്ങുന്നു, എന്നിട്ട് വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന എം.എൽ.എയുടെ കൂടെ അദ്ദേഹത്തിന് എന്തോ ഒരു ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ട് കുറേ യുവ കോൺഗ്രസ്സുകാർ അണിനിരക്കുന്നു. അവരെല്ലാവരും പറയുന്നു, ഈ എം.എൽ.എ ബലാത്സംഗത്തിന് പേര് കേട്ട, സ്ത്രീപുരുഷ ബന്ധങ്ങളുടെ മഹത്തായ വശം മനസ്സിലാക്കാൻ കഴിയാത്ത, സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ഈ എം.എൽ.എ, ആ എം.എൽ.എ ചങ്കാണ്, എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്, അതെല്ലാമാണെന്ന് പറയുന്ന ആൾക്കാരെ കാണുകയാണ് നമ്മളിപ്പോൾ. കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന ഗതികെട്ട അവസ്ഥ, അത് നമ്മളെപ്പറ്റിയെല്ലാം നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്നു. ഈ പാർട്ടി എങ്ങോട്ട് പോകുന്നു? ആളുകളെ നിയന്ത്രിക്കാനോ നിർവഴിക്ക് നയിക്കാനോ ആരുമില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത്. കോൺഗ്രസ് പാർട്ടി ഈ വഴിക്ക് പോയാൽ ആ പാർട്ടിയുടെ അധപ്പതനം ചിലപ്പോൾ ഇവിടെ ആരംഭിക്കും. ഇതേ സമയത്ത് PT കുഞ്ഞുമുഹമ്മദ് രകേശായിട്ട് വന്നൊരു ആരോപണം ഒരു നിയമ നടപടിക്കും വിധേയമാകുന്നില്ല എന്ന പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമായിട്ട് കിട്ടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിതിരിച്ചു വിടാൻ പോലും അത് ഉപയോഗിക്കപ്പെടുന്നതായിട്ടുണ്ട്. അതിൽ എത്തിയില്ല, ശരിയില്ല. PT കുഞ്ഞുമുഹമ്മദ് കേസ് അപ്പം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. തീർച്ചയായിട്ടും ആരെയും രക്ഷിക്കാൻ LDF ശ്രമിക്കില്ല.